നമ്മുടെയൊക്കെ കുട്ടികളൊക്കെ ഇതുപോലെ മുറ്റത്തോടൊക്കെ കളിക്കുന്ന ഒരു ടൈമിലൊക്കെ ചെറിയ രീതിയിൽ ചിലപ്പോൾ വിഷജന്തുക്കളൊക്കെ ഒന്ന് കടിക്കാറുണ്ടല്ലേ. ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെയുള്ള കുളവികൾ, അതുപോലെ പഴുതാര, അതുപോലെ ചെറിയ ചുള്ളനുറുമ്പൊക്കെ കടിച്ച് കഴിഞ്ഞാൽ നിറയെ നീരാവുമല്ലോ. അപ്പോൾ കുട്ടികളാണെങ്കിൽ ഉറുമ്പ് അതുപോലെ ഈ കുളവിയൊക്കെ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയത്തില്ല, കാരണം അവർക്ക് അതിൻ്റെ ആ ഒരു ഇതെന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അത് നീരൊക്കെ വന്ന് പിന്നീട് അത് ഭയങ്കരമായിട്ട് വേദന, ചുള്ളക്കുത്തി വേദന വന്നു കഴിയുമ്പം അവർ പയ്യെ പറയും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അത് കടിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെ കടിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അമ്മമാർ നോക്കുമ്പോഴത്തേക്കും കുട്ടികളുടെയൊക്കെ കൈ നിറയെ നീരായിട്ടിരിക്കുമല്ലോ. അപ്പോൾ ചില അമ്മമാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത ആളുകളുണ്ട്. അപ്പം നിറയെ നീരൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ചില ആളുകളൊക്കെ അറിയില്ലാതെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ നീര് വരുമോ, അതുപോലെ വേദന ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടിച്ച് കഴിഞ്ഞാൽ നീര് വേദനയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ അത് മാറ്റിക്കളയാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ ഇന്ന് രാവിലെ കടിച്ചതാണ് നമ്മൾ ഈ സ്വിച്ച് ബോർഡിലൊക്കെ വന്നിരിക്കുന്ന കുളവി ഉണ്ടല്ലോ, അത് രാവിലെ ഇതിൽ പുള്ള ഓടി നടന്നപ്പോൾ കടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരമായിട്ടും പറഞ്ഞില്ല, എന്നിട്ട് ഇപ്പോൾ രാത്രി ആയപ്പോൾ പറഞ്ഞേക്കുവാണ് നല്ല നീര് വന്നപ്പോൾ നല്ല വേദനയാണ്. അപ്പോൾ പിന്നെ ഇതുപോലെ വച്ച് കൊടുത്ത് അത് പിറ്റേന്നായപ്പം അതിൻ്റെ അകത്തുനിന്ന് ചെറിയ രീതിയിലുള്ള എൻ്റെ ഒരു ആണി പോലെ ഒരു ചെറിയൊരു ഒരു മുടിനാര് പോലെ ഒരു ഇത് കിട്ടി കേട്ടോ. അപ്പോൾ അത് മനസ്സിലായത് കുളവയായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ശരിക്കും ഈ ഒരു മരുന്ന് തേച്ച് കഴിഞ്ഞപ്പം ആ ഒരു രീതിയിലുള്ള എൻ്റെ വേദന നീരൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തായാലും വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്തതെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴിയരികത്തും അതുപോലെ പറമ്പിലൊക്കെ കാണുന്ന ഒരു മുക്കുറ്റിയാണ് കേട്ടോ. ഈ ഒരു മുക്കുറ്റിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്നുള്ളതിനെ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. മുക്കുറ്റി വളരെ നല്ല ഒരു ചെടിയാണ്. എത്ര മാറാത്ത മുറിവുകൾ കരിയാനും മുക്കുറ്റി നമുക്ക് ഒരു ഔഷധ സസ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ പല തൊടികളിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ പലർക്കും ഇതിൻ്റെ ഒന്നും ഗുണങ്ങളോ ഔഷധ ഗുണങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മുടെയൊക്കെ വീടിൻ്റെ ചുറ്റും നമുക്ക് ആവശ്യമുള്ള ഔഷധ സസ്യങ്ങളെ ഒക്കെ നമുക്ക് തന്നെ തിരിച്ചറിയുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉള്ള ഒരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് ഒരുപാട് ഉപകരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് മുക്കുറ്റി. ഇത് നമ്മളെ ഹിന്ദു വിശ്വാസപ്രകാരം നമ്മൾ ഈ ഒരു മുക്കുറ്റിയുടെ ഇത് നമ്മൾ ചതച്ചിട്ട് ഇതിൻ്റെ നീര് നമ്മൾ ഞെട്ടിത്ത് കുറി തൊടുന്ന ആളുകളുണ്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ തൊട്ടാൽ തന്നെ ഈ നമ്മൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനായിട്ട് ഈ ഒരു കർക്കിടക മാസത്തിലുള്ള ഈ ഒരു കുറി വളരെ നല്ലതാണെന്നൊക്കെ വിശ്വാസമുണ്ട് കേട്ടോ. പിന്നെ അതുമാത്രമല്ല നമ്മൾ എത്ര മാറാത്ത മുറിവുകൾ കരിയാനും ഈ ഒരു മുക്കുറ്റി കൊണ്ട് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 3-4 മുക്കുറ്റി കുട്ടികളുടെയൊക്കെ ദേഹത്ത് കടിച്ചാലും അതല്ല നമുക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ ചതവോ നീരോ വന്ന ഭയങ്കര വേദനയൊക്കെ വരുന്ന നീരുകളൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഒരു 3-4 മുക്കുറ്റി ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് ഇത് വേരോട് കൂടി വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ വഴിയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് ഈ വേരോട് കൂടി ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചതയ്ക്കണം കേട്ടോ. ശരിക്കും നന്നായിട്ടൊന്ന് ചതച്ചിട്ട് വേണം നമുക്കത് മിക്സിയുടെ ജാറിലൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലൊക്കെ ഇടുന്നതിന് മുന്നേ നമുക്ക് ഇതിനകത്തേക്ക് 1-2 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഇടുന്ന ആളുകളുണ്ട്. പക്ഷേ നല്ല രീതിയിലൊക്കെയുള്ള ഒരു നീരൊക്കെയാണ് നമ്മുടെ നല്ല വേദനയായിട്ടോടുകൂടി നീരൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് ഒന്ന് കരിഞ്ഞിട്ടാനായിട്ടും പിന്നെ ഈ കുളവിയ കടിച്ചേക്കുന്നതെങ്കിൽ അതിനകത്ത് ചെറിയൊരു രീതിയിലൊരു ബ്രൗൺ കളറിലുള്ള നമുക്കൊരു നാരുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു നാരും കൂടി നമുക്കത് ഒരു പിറ്റേന്ന് രാവിലെ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് അത് ഉണങ്ങി കരിഞ്ഞിട്ട് നമുക്കത് അതിൻ്റെ അകത്ത് നാരെടുത്ത് കളയണം. അപ്പോൾ ചില കുട്ടികളത് നാര് കളയിക്കാനും സമ്മതിക്കില്ല, ഭയങ്കര വേദനയായിരിക്കും കുളവി കടിച്ചു കഴിഞ്ഞാൽ. അത് നമ്മൾ വലിയ ആളുകളെയൊക്കെ തന്നെ കടിച്ചാൽ തന്നെ അത് നമുക്കറിയാമല്ലോ. അപ്പോൾ കുട്ടികളാണെങ്കിൽ ഒട്ടും അത് സമ്മതിക്കത്തില്ല അതെടുത്ത് ആ നാര് കളയാനായിട്ട്. അപ്പോൾ രാവിലെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കൊന്ന് ഉണങ്ങി കിട്ടാനായിട്ടൊക്കെ പെട്ടെന്ന് ഒന്ന് കരിച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു മുക്കുറ്റിയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേപ്പിൻ്റെ ഇല ഉള്ളവർക്ക് മാത്രം വേപ്പില ഇടാം. ഇനിയിപ്പോൾ ഇല്ല അയ്യോ ഇല്ലയെന്ന് ചിന്തിക്കേണ്ട, നമുക്ക് തുളസിയില ഉണ്ടെങ്കിൽ തുളസിയില ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേപ്പിൻ്റെ ഇല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, തുളസിയില ഇടാം. പിന്നെ മഞ്ഞൾ ചേർക്കാം കേട്ടോ. മഞ്ഞളും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. പേസ്റ്റാക്കി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് 2-3 നേരമായിട്ട് ഇത് കുട്ടികളുടെ എവിടെയാണ് ഇത് കുളവി പഴുതാരൊക്കെ കടിച്ചേക്കുന്ന ഒരു ഭാഗത്തിൽ ഇതുപോലെ വട്ടത്തിൽ നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കട്ടിക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിറ്റേന്ന് നിങ്ങൾ ആ ഒരു നേരത്തോടൊക്കെ നേരമായി കഴിയുമ്പം നീര് ശരിക്കും വറ്റി കാണും കേട്ടോ. പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ ആ ഒരു ചെറിയൊരു ബ്രൗൺ കളറിലുള്ള ഒരു ഇത് പയ്യൊന്ന് ഇളക്കി എടുക്കുകയാണെങ്കിൽ അവർക്കുള്ള ആ ഒരു ചുള്ളക്കുത്തും വേദന പയ്യങ്ങ് മാറിക്കോളൂ കേട്ടോ. പിന്നെ അത് പഴുക്കത്തുമില്ല, നമുക്ക് ആശുപത്രി പോകേണ്ട ഒരു ആവശ്യമൊന്നും വരത്തുമില്ല കേട്ടോ. പിന്നെ ചെറിയ രീതിയിലൊക്കെ ഉള്ള നമ്മളൊരു മുറിവൊക്കെ വന്നിട്ട് ബ്ലഡൊക്കെ നിൽക്കാതെ വരുന്ന ഒരു നീരൊക്കെ വരുന്ന ഒരു അവസ്ഥ വരുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ വെറുതെ നമ്മൾ കുളവിയൊക്കെ ഒത്താത്ത രീതിയിലൊക്കെ ഉള്ള നീരും ഒക്കെ വരുമല്ലോ, വേദനയൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ തന്നെ മുക്കുറ്റിയും അതുപോലെ നമുക്ക് തുളസി ഇലയും കൂടി വെറുതെ അരച്ച് പുരട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ നീരും വേദന അങ്ങ് മാറിക്കോളൂ കേട്ടോ. പിന്നെ ആ ഒരു ഭാഗത്തെ പഴുതാരൊക്കെ ആണെങ്കിലും കടിച്ച ആ ഒരു ഭാഗത്തെ വിഷം ഇറങ്ങാനായിട്ടും വളരെ നല്ലതാണ് കേട്ടോ. വേറൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ വഴിയടുത്തൊക്കെ നിൽക്കുന്നതല്ല. അപ്പോൾ പറിക്കുമ്പോൾ കഴുകിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാരിലും കൂടെ ഷെയർ ചെയ്തെത്തിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോടെ എഴുതിക്കുക. ബൈ.